അഭിലാഷെ, നിങ്ങൾ പറയുന്നത് തെറ്റാണ്. BJP ഇതിൻ്റെ അകത്ത് സംഘടനാപരമായി തന്നെ ഇടപെട്ടിരുന്നു. ഇത് മനുഷ്യ മനസ്സാണ് അഭിലാഷെ. അത് നമുക്ക് ചില സമയത്ത് ചില പ്രത്യേക നിമിഷങ്ങളിൽ മനുഷ്യൻ്റെ മനസ്സ് കൈവിട്ടു പോകും. BJP ഇതൊന്നും ചെയ്തില്ലായിരുന്നു എന്നാണോ? അതെങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കിയത്? ഷാബു പ്രസാദ്, ഈ ബാങ്കിന്റെ ഈ സഹകരണ സൊസൈറ്റിയുടെ കടബാധ്യത എല്ലാം കൂടി BJP സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ ഏറ്റെടുക്കണമായിരുന്നു എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഒരാൾ പ്രതിസന്ധിയിലാവുമ്പോൾ കൂടെ ഉണ്ട് എന്നൊരു തോന്നലുണ്ടാക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് BJPക്ക് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ താങ്കൾ നേരത്തെ രാജീവ് ചന്ദ്രശേഖറിന്റെ വൈകാരികതയെക്കുറിച്ച് പറഞ്ഞു, BJP പ്രവർത്തകരുടെ വൈകാരികതയെക്കുറിച്ച് പറഞ്ഞു. ഈ മരണപ്പെട്ടു പോയ ആളുടെ ഭാര്യ അവർ നിലവിളിക്കുന്നത് നമ്മളൊക്കെ കേട്ടതല്ലേ നേതാക്കളോട്. കരമന ജയനും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ അവിടെ പോയല്ലോ. നിങ്ങളുടെയൊക്കെ അടുത്ത് ചേട്ടൻ വന്നതല്ലേ എന്ന് അവരലമുറയിടുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ താങ്കൾ. എന്തുകൊണ്ട് പാർട്ടിക്ക് അനിലിന്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ല? ഒരാശ്വാസമായെങ്കിലും ഈ പ്രതിസന്ധി നിങ്ങൾ തരണം ചെയ്തു വരൂ, ഞങ്ങളുടെ വൈകാരിക പിന്തുണയെങ്കിലും ഉണ്ടാകുമെന്ന് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ആത്മവിമർശനപരമായി ഈ മണിക്കൂറുകളിലെങ്കിലും ചോദിക്കണ്ടേ ഷാബു പ്രസാദ്? എന്ന് ആര് പറഞ്ഞു അഭിലാഷ? ഇങ്ങനെ എനിക്ക് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പാർട്ടി വേണ്ടത് ചെയ്തിട്ടില്ല എന്ന് വളരെ ഞാൻ അറിയുന്ന ഒരു BJP പറഞ്ഞിട്ടുമുണ്ട്. കാര്യം ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക മീറ്റിംഗ് കൂടി, അവിടെ ഇത് ചർച്ച ചെയ്തു. ലോൺ എടുത്തവരുടെ നേരിട്ട് സമീപിച്ച് ആ ലോണുകൾ പെട്ടെന്ന് തിരിച്ചടയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. അതിനുള്ള ഫോളോ അപ്പുകൾ നടക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും. ഇത് ഘട്ടം ഒരു വലിയൊരു പ്രതിസന്ധിയാണിത്. അത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തീർക്കാൻ കഴിയുമോ? അതങ്ങനെ തീർന്നു, അങ്ങനെ കൈകാര്യം ചെയ്ത് തുടങ്ങിയതാണത്. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ ഇവിടെ ഇതിനു മുമ്പ് സംസാരിച്ച അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞു. ഇവിടെ പലരും ആത്മഹത്യ ചെയ്ത കാര്യം, അതേപോലെ തന്നെ ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പ്രസ്ഥാനത്ത് ഈ ഒരു അവസരം മുതലെടുത്ത് നാണം കെടുത്തി മനുഷ്യൻ്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ച കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ ഈ നാട്ടിൽ നടക്കുന്ന സംഭവമാണത്. സിറ്റുവേഷനിലൂടെ തനിക്കും കടന്നു അനിലിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ല. അപ്പൊ പിന്നെ അങ്ങനെ ഉണ്ടായേക്കുമെന്ന് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് പറഞ്ഞു വരുന്നത് അല്ല. അത് ഒരു കാര്യമുണ്ട്, ഇത് കൺമുമ്പിൽ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണെന്നേ. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം വളരെ സംശുദ്ധനായ, വളരെ ഇമേജുള്ള, വളരെ വളരെ എതിരാളികൾക്കൊക്കെ വളരെ വെല്ലുവിളിയായിട്ടുള്ള ശക്തനായ ആ രീതിയിലുള്ളൊരു നല്ലൊരു പൊതുപ്രവർത്തകനാണ്. അങ്ങനെയുള്ള പൊതുപ്രവർത്തകരെ, തങ്ങളുടെ എതിർപ്പാളയത്തിൽ ആ രീതിയിലുള്ള പൊതുപ്രവർത്തകരെ എങ്ങനെയും നശിപ്പിക്കുക എന്നുള്ളത് ഒരു പാർട്ടി നയമായി സ്വീകരിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭം വീണ് കിട്ടിക്കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കില്ല. അങ്ങനെ ഒരു ഗതിയിലൂടെ പോയി കഴിഞ്ഞാൽ താൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ആ ഒരു ക്രെഡിബിലിറ്റി, ആ ഒരു ഇമേജ് തൻ്റെ കുടുംബത്തിന് താൻ കാരണം ഉണ്ടായേക്കാവുന്ന ഈ ഒരു മാനസികാവസ്ഥയിൽ അദ്ദേഹം അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അതിനെ അതിജീവിക്കണമായിരുന്നു. അത് തന്നെയാണ് ഈ വിഷയം വലിയ വിഷയമായി വരുമ്പോൾ അത് CPM ഒരു രാഷ്ട്രീയ വിഷയമാക്കുകയും അവരുടെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യും എന്ന് മുൻകൂട്ടി കണ്ട് അദ്ദേഹം മരിക്കാൻ തീരുമാനിച്ചു എന്ന് പറയാം BJPക്ക്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും എന്തുകൊണ്ടാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക്, കേരളത്തിലെ അതിന്റെ നേതൃത്വത്തിന് ഈ സൊസൈറ്റിക്ക് ഇങ്ങനെ കുഴപ്പം വന്നു? പക്ഷേ നമുക്കത് പരിഹരിക്കാമെന്ന ഒരു അഷുറൻസ് കൊടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ചേർത്ത് നിർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. അദ്ദേഹം പാർട്ടി നേതാക്കളുമായിട്ടാണല്ലോ ചർച്ച നടത്തിയത്. അദ്ദേഹം വേറെ ഏതെങ്കിലും പാർട്ടിയുടെ നേതാക്കളുമായിട്ടല്ല ചർച്ച നടത്തിയത്, സ്വന്തം പാർട്ടിയുടെ നേതാക്കളുമായിട്ടാണ് ചർച്ച നടത്തിയത്. ആ പാർട്ടിക്ക് അദ്ദേഹത്തെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം മരിക്കുമായിരുന്നോ എന്നാണ് എന്റെ ചോദ്യം. അഭിലാഷെ, നിങ്ങൾ പറയുന്നത് തെറ്റാണ്. BJP ഇതിൻ്റെ അകത്ത് സംഘടനാപരമായി തന്നെ ഇടപെട്ടിരുന്നു, ചർച്ചകൾ നടത്തിയിരുന്നു, ഫോളോ അപ്പുകൾ ചെയ്തിരുന്നു. ലോൺ എടുത്തവരെയും അങ്ങനെയുള്ളവരെയൊക്കെ നേരിട്ട് കണ്ട് അത് തിരിച്ചടയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. ആ കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മനുഷ്യൻ പിന്നെ എപ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് മനുഷ്യ മനസ്സാണ് അഭിലാഷേ. അത് നമുക്ക് ചില സമയത്ത് ചില പ്രത്യേക നിമിഷങ്ങളിൽ മനുഷ്യൻ്റെ മനസ്സ് കൈവിട്ടു പോകും. BJP ഇതൊന്നും ചെയ്തില്ലായിരുന്നു എന്നാണോ? അതെങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കിയത്? ഇവിടെ ഷിജു ഖാൻ പറയുന്നു, ഇപ്പം താങ്കളും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യ അലമുറയിട്ട് കരഞ്ഞത് കേട്ടില്ലേ? ഏത് സന്ദർഭത്തിലാണെന്നേ ചെയ്യുന്നത്?
ഏത് സന്ദർഭത്തിലാണ് ആ സന്ദർഭം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യൻ നോർമലായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണോ അത്? മനുഷ്യന് നോർമലായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണോ അത്? ആ ഒരു അവസ്ഥയിൽ പറയുന്ന വാക്കുകളെയും അല്ലെങ്കിൽ ആ പ്രതികരണങ്ങളെയും ഒക്കെ ഇതുപോലെ വന്നിരുന്ന് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനൊരു മിനിമം വലിയ വേണ്ട, ഒരു കുടുംബത്തിന്റെ പരാതി വേണം അഭിലാഷേ. ശ്രീ ഷാബു പ്രസാദ്, ആ കുടുംബത്തിന്റെ വികാരം മറ്റൊരു പാർട്ടിയോടോ കോൺഗ്രസിനോടോ CPM-നോടോ പോലീസിനോടോ സർക്കാരിനോടോ ഒന്നും അല്ല, സ്വന്തം നേതാക്കളോടാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു പോകണ്ടേ? അതൊരു അടിസ്ഥാന വസ്തുതയല്ലേ സാർ? അതെ, അവർക്ക് അവരോടെ പറയാൻ പറ്റുള്ളൂ. അതെ, ഏറ്റവും അടുപ്പമുള്ളവരോട് മാത്രമേ ആ രീതിയിൽ വൈകാരികമായിട്ട് അവർക്ക് പ്രതികരിക്കാൻ കഴിയൂ. അങ്ങനെ ഏറ്റവും അടുപ്പമുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ചെയ്തതും. ആ പ്രതികരണത്തെയാണോ നിങ്ങൾ ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്? വ്യാഖ്യാനമല്ലല്ലോ, വളരെ പ്ലെയിൻ ആയിട്ട് പറയല്ലേ ചെയ്തത്. ഞാൻ പറഞ്ഞു, എനിക്ക് ഷിജു ഖാൻ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം. അഭിലാഷേ, ഷിജു ഖാൻ അത് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങേക്ക് മനസ്സിലാവാത്തത് എന്ന് എനിക്കറിയില്ല. BJP-യുടെ ഒരു പ്രവർത്തകൻ മരിക്കുമ്പോൾ ആ കുടുംബം അവർ വളരെ വോക്കലായി പുറത്ത് വന്ന് വാർത്താ സമ്മേളനം നടത്തി പാർട്ടിയെ പ്രതികൂട്ടിലൊന്നും ആക്കിയിട്ടില്ല. പക്ഷേ അവരുടെ വികാരം, അവർ പ്രകടിപ്പിച്ച വികാരം പാർട്ടിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളെയൊക്കെ വന്ന് കണ്ടിട്ടും പാർട്ടി അദ്ദേഹത്തെ ചേർത്ത് നിർത്തി, അദ്ദേഹത്തെ റീഅഷ്വർ ചെയ്ത് അദ്ദേഹത്തെ ജീവിതത്തിൽ തുടരാൻ നിർബന്ധിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന കാര്യത്തിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ വികാരം. അത് നമ്മുടെ മുമ്പിലുള്ള വസ്തുതയാണ്. അത് എനിക്ക് പറയണ്ടേ? അതാണല്ലോ പറഞ്ഞത്. ആ സന്ദർഭം കൂടി നിങ്ങൾ ഞാൻ ഇത്ര ചോദിച്ചുള്ളൂ. അങ്ങനെയുള്ള ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർക്ക്, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഭാര്യയ്ക്കും മക്കൾക്കും ഒരു നോർമലായ രീതിയിൽ അവർ ബിഹേവ് ചെയ്യാൻ, നോർമലായ രീതിയിലുള്ളൊരു പ്രതികരണം ഉണ്ടാവുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതുപോലെയോ ഇതിനോട് സമാനമായോ സന്ദർഭങ്ങളൊക്കെ ഒരുപക്ഷെ അഭിലാഷം കടന്നു വന്നിട്ടുണ്ടാവുമല്ലോ. നമ്മൾ എങ്ങനെയായിരിക്കും ആ സമയത്തൊക്കെ പ്രതികരിക്കുക? ഓരോ സമയത്തുണ്ടാവുക. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഇതുപോലെയുള്ള ശരി, മരണത്തിന്റെ സന്ദർഭത്തിലുള്ള വൈകാരിക പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത് കുടുംബാംഗങ്ങൾ എന്നുള്ളതാണ് ഷിജു ഖാൻ അക്കാര്യത്തിൽ ഷാബു പ്രസാദിന്റെ മറുപടി. ഇവിടെ